അടുക്കളയിൽ ചെന്ന് കാപ്പി കൂട്ടുമ്പോൾ അമ്മ കടന്നു വന്നു. ചുണ്ടിൽ മന്ത്രം, നെറ്റിയിൽ അമ്പലത്തിലെ ചന്ദനക്കുറി, മുടിയിൽ തുളസിക്കതിർ. യോ മോളുണ്ണി, ഇന്ന് ശിവരാത്രിയല്ലേ, വ്രതമെടുക്കണ്ടേ? വിശന്നിട്ട് വയ്യ അമ്മേ, ഉച്ചയാവില്ല. ഇവിടുന്ന് പോയ പിന്നെ വയറ് നിറച്ചൊന്നും ഉണ്ടിട്ടില്ല. അമ്മ ഒന്ന് അമ്പരന്നു. പിന്നെ ഒന്നും പറയാതെ എന്തോ ഓർത്തു നിന്നു. ഒരു തളികയിൽ നിറയെ ഇഡ്ഡലി എടുത്ത് അമ്മ മുമ്പിൽ വെച്ചു. നീ വന്നത് അച്ഛൻ അറിഞ്ഞു. ശിവനോട് പറഞ്ഞുത്രേ, മനക്കിലേക്കൊന്ന് പോവൂ മോളുണ്ണി. എനിക്ക് വയ്യ. ഇപ്പോൾ അയിത്തമൊക്കെ മാറിയോ? പട്ടിയെപ്പോലെ പുറത്തുനിന്ന് ഓട്ട് ഗ്ലാസ്സിൽ ചായ കുടിച്ച് തിരിച്ചു വരണം. അവരുടെ കാര്യം നോക്കണതെന്തിനാ? സാരില്ല, കേറിയാലെന്താ, മുത്ത് കിട്ടാൻ പോണുണ്ടോ? അച്ഛനുണ്ടാവുമ്പോൾ നിന്നോടാർക്കും പറയാൻ ധൈര്യം ഉണ്ടാവില്ല. പിന്നെ വിജയനുണ്ടല്ലോ. എനിക്കവരുടെ കാരുണ്യൊന്നും വേണ്ട. മുത്തച്ഛന് ഇവിടെ കയറിയാൽ അയിത്തമാവുമെങ്കിൽ പിന്നെ അമ്മയെ എന്തിനാ നായർക്ക് പിടിച്ചു കൊടുത്തത്? നാട്ടിലെങ്ങും ഇല്ലത്ത് തന്ത്രിക്ക് ഒരു വയസ്സൻ നമ്പൂതിരിയെയെങ്കിലും കിട്ടിയില്ലേ മോളുണ്ണി? തുടരാൻ സമ്മതിക്കാതെ അമ്മ വായ പൊത്തിപ്പിടിച്ചു. നിർമ്മലമായ വിശ്വാസം അത് തെറ്റോ ശരിയോ ആവട്ടെ പങ്കിലമാക്കപ്പെടുന്നുവെന്ന് തോന്നുമ്പോൾ അമ്മ അസ്വസ്ഥയാവുന്നു. മുത്തച്ഛൻ ചെയ്തത് അമ്മയ്ക്ക് തെറ്റെന്ന് തോന്നാത്ത വിശ്വാസമാണ്. മുത്തച്ഛൻ തെറ്റ് ചെയ്യില്ലെന്ന് അമ്മ ദൃഢമായി വിശ്വസിക്കുന്നു. കൊച്ചുമക്കളുടെ വയർ നിറയ്ക്കാനാവാത്ത കാലത്ത് മനക്കല് സുഭിക്ഷമായി ജീവിക്കുന്നതിലും അമ്മ തെറ്റുകണ്ടില്ല. അച്ഛൻ മുത്തച്ഛൻ്റെ സഹായം നിരസിച്ചെങ്കിൽ തന്നെ കുറ്റം ആരുടേതാണ്? വിവാഹം കഴിക്കാൻ സന്നദ്ധനായിരിക്കെ മറ്റൊന്നും തനിക്ക് വരുമാനമില്ലെന്നറിഞ്ഞും അച്ഛൻ ജോലി ഉപേക്ഷിച്ചു. ഗോപാലകൃഷ്ണയ്യരുടെ നിലം പാട്ടത്തിനെടുത്ത് സ്വയം വെള്ളം തേവി നെല്ല് വിളയിച്ച അച്ഛൻ്റെ ബലം ഇത്ര പെട്ടെന്ന് ചോർന്നു പോയത് എന്തു കുറ്റം കൊണ്ടാണ്? തർക്കിച്ചില്ല. അമ്മ പാവമാണ്, ഒന്നും അറിയില്ല. ഇറക്കി വിട്ടപ്പോൾ അമ്പരന്നിരിക്കണം. പിന്നെ ആ അമ്പരപ്പ് അച്ഛൻ്റെ സ്നേഹമയമായ തലോടലിൽ ആശ്വാസം കൊണ്ടിരിക്കണം. എന്നിട്ടും കാപ്പി കുടിച്ചെഴുന്നേറ്റപ്പോൾ ദിനുവും മാഷും ഉമ്മറത്തു നിൽക്കുന്നു. പെട്ടെന്ന് അമ്മ പുറത്തു വന്നു. രാധൻ ഇതിലെയൊക്കെ വന്ന കാലം മറന്നുപോയി. ഗിരിജ വന്നൂന്നറിഞ്ഞു. തലേന്ന് കൊണ്ടുവന്ന ആപ്പിൾ നുറുക്കി പ്ലേറ്റിൽ മുമ്പിൽ കൊണ്ടുവച്ചപ്പോൾ അവർ എടുത്തു കഴിച്ചു. പക്ഷേ രണ്ടുപേരും നിശബ്ദരായിരുന്നു.